എന്തിനാണ് ഇത്രയും താമസിച്ചത്? ഓ, ലോങ് ടൈം കഴിഞ്ഞ് ഓടിപ്പിടഞ്ഞുള്ള വരവാടി. നഴ്സിംഗ് ഹോമിലെ ജോലിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. നടു ഒടിയുന്ന പണി തന്നെ. വീട്ടിൽ വന്നാലോ വല്ല സ്വസ്ഥതയും കിട്ടുമോ? അവിടുത്തെ പണിയും പിള്ളേരുടെ കാര്യവും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു പവനായ പരുവമാകും. പിന്നെന്താ, എല്ലാം അങ്ങ് സഹിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ അവൾ അങ്ങ് UK പൗണ്ട് വാരുക. ഓ, ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ വല്ലവരും അറിയുന്നുണ്ടോ? അതിരിക്കട്ടെ, ഷീല ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. വൈദ്യുതായി ആക്ച്വലി നീ എന്താടി ഇത്രയും വൈകിയത്? ഓഹോ, മലയാളമാണോ? എന്റെ അമ്മയെ, സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷനൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു മടുത്തു. ഇതൊന്നും ആരോടും പറയത്തില്ലല്ലോ. പിന്നെ ഞാൻ താമസിച്ചതേ പിയേഴ്സിന് 40% ഓഫർ. കുറെ നല്ല ഡ്രസ്സുകൾ വാങ്ങണമായിരുന്നു. ഈ കൊല്ലത്തെ എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ വാർഡ്രോബ് നിറയെ പുതിയ ഡ്രസ്സുകൾ വാങ്ങി നിറയ്ക്കുക എന്നതാണ്. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇപ്പോൾ വാങ്ങിച്ചോണ്ട് വരുന്ന വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ മാക്ഡൊണാൾഡ്സിൽ കയറി ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുള്ളിക്കാരൻ എന്നെ ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. എനിക്കാണെങ്കിൽ ഓരോ ഡ്രസ്സിനും മാച്ചിങ് ഓർണമെന്റ്സ് ഇല്ലെങ്കിൽ ഒരു റിലാക്സേഷനും ഇല്ല. നമ്മൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കണം. നോക്കി, ഇതെങ്ങനെയുണ്ട്? യജമാനൻ വന്നെന്ന് തോന്നുന്നു. എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ നമുക്ക് എതിരേൽക്കാം. എന്തു വെപ്രാളമാടി പെണ്ണുങ്ങളെ ഇത്? പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? നമുക്കും വിളക്ക് കത്തിക്കാം. എണ്ണയുണ്ടോടി? ഞാൻ കൊണ്ടുവരാൻ മറന്നു. നിന്റെ കയ്യിലുണ്ടോടി? അയ്യോ, ഞാനത് മറന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിക്കാം. കുറച്ചെണ്ണ ഞങ്ങൾ കൂടി തരുമോ? ഞങ്ങൾ എടുക്കുവാൻ മറന്നു. കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ വിളക്കിപ്പോൾ അണഞ്ഞു പോകും. അത് പിന്നെ ഞങ്ങൾ തിരികെ തന്നുകൊള്ളാം. മറന്നുപോയതുകൊണ്ടല്ലേ ചോദിക്കുന്നത്? അരുതേ പ്രിയ കന്യകുമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവം അരുതേ. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്ക് കൂടി പകർന്നു നൽകിയാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരും. ആയതിനാൽ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്നും വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞ നീ ഒന്നും ഞങ്ങൾക്ക് എണ്ണ തരില്ല.